നമ്മൾ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ എന്നുള്ളത്. എക്സ്പീരിയൻസ് ആണ് ഒരു മനുഷ്യനെ പെർഫെക്റ്റ് ആക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ എക്സ്പീരിയൻസോളം വേറെ ഒരു സെൻറ്ററിലും എത്തുന്നില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ബ്രില്യൻറ്റ് സെലക്ട് ചെയ്തത്. എഴുതിയപ്പോൾ സ്കോളർഷിപ്പ് കിട്ടി. അപ്പോൾ പിന്നെ കയറി കഴിയുമ്പോൾ മനസ്സിലായി റൈറ്റ് ചോയ്സ് ആയിരുന്നു. അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പം ഇവിടെ എത്തി. നിങ്ങൾ ഏത് സെൻറ്ററിൽ ചേരുന്നുള്ളത് നല്ല കാര്യം. അവർ ഒരേ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ഓരോ സെൻറ്റേഴ്സിലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടെൻഷനേ വേണ്ട ഇവിടെ പഠിക്കുന്നു എന്നുള്ളത്. ബ്രില്യൻറ്റിലാണോ വി മസ്റ്റ് ബി ഷ്യൂർ അബൌട്ട് എഡ്യൂക്കേഷൻ, ബിക്കോസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റൂ. എക്സാംസ് ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബ്രില്യൻറ്റ് തന്നെ ചൂസ് ചെയ്യുക. അത് ഏത് സെൻറ്റർ എന്നൊന്നും നോക്കണം. ബ്രില്യൻറ്റ് ആണോ യു ക്യാൻ ഈസിലി ചൂസ് ദാറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിലാണ്. കോന്നി മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥികൾക്കായി ഉള്ളത് 100 സീറ്റുകൾ. ആ 100 സീറ്റുകളിൽ 75-ൽ കൂടുതൽ സീറ്റുകൾ നേടിയ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളാണ്. അതിൽ ഭൂരിഭാഗവും ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരിൽ ഏതാനും ചിലർ നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു വേദിയിൽ ചേർന്നിരിക്കുകയാണ്. എന്താണ് റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിക്കേണ്ടത്, എന്തുകൊണ്ട് ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നെല്ലാം നമുക്ക് ഇവർ തന്നെ നല്ല അടിപൊളിയായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇവരെ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അലീന ഉല്ലാസ്. ഞാൻ തിരുവനന്തപുരത്ത് പാലോട് നിന്നാണ് വരുന്നത്. ഞാൻ പാലയിലെ R9 ബാച്ചിലാണ് റിപ്പീറ്റ് ചെയ്തത്. എൻ്റെ പേര് ഗീതിക ബിരാജ്. ഞാൻ മലപ്പുറത്ത് തിരൂരിൽ നിന്നാണ് വരുന്നത്. കോഴിക്കോട് J9 ബാച്ചിലാണ് റിപ്പീറ്റ് ചെയ്തത്. എൻ്റെ പേര് മിത്ര മനോജ്. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ കോഴിക്കോട് J9 ബാച്ചിലാണ് റിപ്പീറ്റ് ചെയ്തത്. എൻ്റെ പേര് അതുല്യ. ഞാൻ വരുന്നത് മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ പഠിച്ചത് റിപ്പീറ്റേഴ്സ് Q49 ബാച്ചിലാണ്. എൻ്റെ പേര് രാഹുൽ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ പാലാ റിപ്പീറ്റേഴ്സ് Q40 ബാച്ചിലാണ് പഠിച്ചത്. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ട്രിവാൻഡ്രം സെൻറ്ററിലെ N12 ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ മോളെ, എന്തുകൊണ്ട് പാലാ ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ്? നമ്മൾ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ ബ്രില്യൻറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലോ ആണെങ്കിൽ പോലും നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ തന്ന് എക്സാംസ് ഒക്കെ തന്ന് നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് എത്തുമെന്ന് ഒരുപാട് നമ്മൾ ആളുകളെ കണ്ടതാണ്, ഒരുപാട് കുട്ടികളെ കണ്ടതാണ്. അപ്പം എക്സ്പീരിയൻസ് ആണ് ഒരു മനുഷ്യനെ പെർഫെക്റ്റ് ആക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ എക്സ്പീരിയൻസോളം വേറെ ഒരു സെൻറ്ററിലും എത്തുന്നില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ബ്രില്യൻറ്റ് സെലക്ട് ചെയ്തത്. മോള് എന്തുകൊണ്ടാണ് പാലാ ബ്രില്യൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തത്? കോഴിക്കോട് സെൻറ്റർ ആയിരുന്നു അല്ലേ? ഓക്കെ. ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് പാലാ ബ്രില്യൻറ്റിനെ പറ്റി അറിഞ്ഞത്. ഓക്കെ. അപ്പോൾ അവൾ എൻട്രൻസ് ഒരു ടെസ്റ്റ് എഴുതുന്നുണ്ട് പറഞ്ഞപ്പോൾ ഓക്കെ ഞാനും എഴുതാം. അപ്പോൾ എഴുതിയപ്പോൾ സ്കോളർഷിപ്പ് കിട്ടി. ഓക്കെ. അപ്പോൾ പിന്നെ കയറി കഴിയുമ്പോൾ മനസ്സിലായി റൈറ്റ് ചോയ്സ് ആയിരുന്നു. അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പം ഇവിടെ എത്തി. ഓക്കെ. അപ്പോൾ മോളെ, റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ചപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് മോൾക്ക് തോന്നിയ ഒരു ഫെസിലിറ്റി എന്തായിരുന്നു? അവർ ഒരുപാട് എക്സാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് വളരെ എനിക്ക് നല്ല പ്രയോജനമായിട്ടുണ്ടായിരുന്നു. കൂടുതൽ MCQ ട്രൈ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നമുക്ക് ഒരുപാട് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കി അത് ക്ലാരിഫൈ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ ആയിട്ട്? ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എല്ലാ കാര്യം തുറന്നു പറയാൻ പറ്റിയ ആൾക്കാരായിരുന്നു അവർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ നീറ്റിന് റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ മാത്രമല്ല +2 എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള കുര്യാക്കോ സാർ എന്ന് പറഞ്ഞൊരു സാർ വഴിയാണ് ഞാൻ ബ്രില്യൻറ്റിനെ കൂടുതലായിട്ട് അറിഞ്ഞത്. പിന്നെ മാത്രമല്ല +2ൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ട് നമുക്കിവർ സ്കോളർഷിപ്പും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ മെയിൻലി മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സിനായിട്ട് അല്ലെങ്കിൽ ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ സെൻറ്ററിലും ഈക്വലായിട്ട് നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലൈബ്രറി ആയിക്കോട്ടെ, റെഫറൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട്. മോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത ഫെസിലിറ്റി ഏതായിരുന്നു? റെഫറൻസ് എന്തുകൊണ്ടും വളരെ നല്ലൊരു ചോയ്സാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ മടുത്തു പോകാൻ ചാൻസ് ഉണ്ട്. കുറേ നാൾ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് മടുത്തു പോകാൻ ചാൻസ് ഉണ്ട് ഒരേ ഇത് വരുമ്പോഴത്തേനും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ റെഫറൻസിന് പോകുമായിരുന്നു. അവിടെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. അവിടെ നമ്മളെ നോക്കാനായിട്ട് അവിടെ റെഫറൻസ് ഹാളിൽ ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് റെഫർ ചെയ്യാൻ ബുക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ. ഓക്കെ. അപ്പോൾ ഹോസ്റ്റലായിരുന്നു അല്ലേ? അപ്പോൾ ഹോസ്റ്റൽ അനുഭവങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നിന്നിരുന്നത് പേൾ ഹോസ്റ്റലിലാണ്.
അവിടുത്തെ വാർഡൻസ് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എന്ത് ഹെൽപ്പ് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരുമായിരുന്നു. പഠിക്കാൻ വളരെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലഭിക്കുന്ന ടീച്ചേഴ്സും അതുപോലെ ഹോസ്റ്റലിലെ വാർഡൻസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു, അതുപോലെ നിങ്ങളുടെ പേരൻസുമായിട്ട് എപ്പോഴും കോൺടാക്റ്റിൽ നിൽക്കുന്നു. അത് വളരെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് അവർ വഹിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, അതുപോലെ ഹോസ്റ്റൽ വാർഡൻസ്? ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ച പ്രൊഫസേഴ്സാണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം ടോപ്പിക്കൊക്കെ നല്ല വൃത്തിക്ക് നമുക്ക് പഠിപ്പിച്ചു തരാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും ആ ഡൗട്ടിനൊരു ഉത്തരം അവരുടെ അടുത്ത് ഉണ്ടാകും. ഒരിക്കലും നിങ്ങൾ പിന്നെ പറഞ്ഞില്ല അങ്ങനെ ഒരിക്കലും അവർ പറയില്ല. കറക്റ്റ് എന്താണോ നമ്മൾ ചോദിച്ച് അതിനുത്തരം അവർ പറഞ്ഞു തന്നിരിക്കും. പിന്നെ പറയാനുള്ള ക്ലാസ് ടീച്ചർ, ഞാൻ Q40 ബാച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു സംഗീത മിസ്സ്. മിസ്സിൻ്റെ ഓരോ മോട്ടിവേഷനും മിസ്സ് നമ്മളെ ഓരോ എക്സാം കഴിയുമ്പോൾ നമ്മളവിടെ പിടിച്ചിരുത്തി നമുക്ക് എന്താണ് നമ്മളെ കുറവ്, ഓരോ ആൾക്ക് എന്താണ് പ്രശ്നം പറ്റി, ഒരാൾ ഒരു എക്സാമിൽ നന്നായി പെർഫോം ചെയ്തിട്ട് അടുത്ത എക്സാമിൽ കുറച്ച് താഴ്ന്നു പോയി, എന്തുകൊണ്ട് അവർ താഴ്ന്നു പോയി, അങ്ങനെയൊക്കെ നമ്മളെ പിടിച്ചിരുത്തി ചോദിച്ച് ഓരോ എല്ലാ പ്രോബ്ലംസും സോർട്ട് ചെയ്ത് തന്നെയാണ് നമ്മളെ ക്ലാസ് ടീച്ചർ. അത്ര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വാർഡനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ തംസാഗ്രാൻ ഹോസ്റ്റലിലായിരുന്നു. അവിടെ 2 വാർഡൻസാണ് മെയിനായിട്ട് ഉണ്ടായത്. ഒന്ന് ടോം സാറ് കോർഡിനേറ്ററാണ്. സാറിന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ തിരക്കിനിടയിൽ പോലും വന്നിട്ട് നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മളെ എക്സാമിന് മാർക്ക് എത്രയുണ്ട്, നമ്മളെ പെർഫോമൻസ് എങ്ങനെയുണ്ട് കറക്റ്റായിട്ട് സാർ അന്വേഷിക്കും. പിന്നെ ഒരു എബി സാറായിരുന്നു. സാറും ഭയങ്കര ഫ്രണ്ട്ലി, നമുക്ക് എന്ത് കാര്യത്തിലും നമ്മളെ കൂടെ തന്നെ നിന്ന് സപ്പോർട്ടും ചെയ്ത് നമുക്ക് നമ്മൾ ഓരോ പ്രോബ്ലംസും ചോദിച്ചറിഞ്ഞ് എല്ലാ കാര്യവും ഭയങ്കര സപ്പോർട്ട്. മാർക്ക് പറഞ്ഞാൽ എന്തുകൊണ്ട് മാർക്ക് പറഞ്ഞു, ലൈക്ക് മാർക്ക് നല്ലോണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോത്സാഹനം അപ്രീഷിയേഷനൊക്കെ തരുന്ന നല്ല സാറായിരുന്നു. അപ്പോൾ 2 വാർഡൻസ് ആയാലും ശരി, ഇപ്പോൾ നമ്മളെ ഫാക്കൽറ്റീസും അതുപോലെ ക്ലാസ് ടീച്ചേഴ്സ് ഒക്കെ ആയാലും ശരി, നമുക്ക് നീറ്റിന് വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് സെൻറ്ററിലെ വിശേഷങ്ങൾ കേട്ടു, പാലാ സെൻറ്ററിലെ വിശേഷങ്ങൾ ഒരുപാട് കേട്ടു. ഇനി അടുത്തത് തിരുവനന്തപുരം സെൻറ്ററിലെ വിശേഷം. എങ്ങനെയായിരുന്നു തിരുവനന്തപുരം സെൻറ്ററിലെ റിപ്പീറ്റേഴ്സ് ബാച്ച്? അപ്പോൾ പാലാ സെൻറ്റർ ചൂസ് ചെയ്യാതെ ട്രിവാൻഡ്രം സെൻറ്റർ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം പാലാ സെൻറ്ററിൽ കിട്ടുന്ന അത്ര ഒരു മികച്ചൊരിതായിരിക്കുമോ ട്രിവാൻഡ്രം സെൻറ്റർ എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇവർ ഓരോ സെൻറ്റേഴ്സും ഒരുപോലെയാണ്. ഇപ്പോൾ പാലയിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ടോ അതേ ഫെസിലിറ്റീസ് തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടുന്നത്, ട്രിവാൻഡ്രം സെൻറ്ററിലും കിട്ടുന്നത്. ഇപ്പോൾ റെഫറൻസ് ആയാലും പ്രൊഫസേഴ്സ് ആയാലും ഞാൻ ആദ്യം വിചാരിച്ചു ട്രിവാൻഡ്രത്തുള്ള പ്രൊഫസേഴ്സ് മാത്രമായിരിക്കും അവിടെ വരുന്നത്. ബട്ട് അങ്ങനെയല്ല, പാലയിലുള്ള മിക്ക ബെസ്റ്റ് പ്രൊഫസേഴ്സും ട്രിവാൻഡ്രം സെൻറ്ററിലും വരാറുണ്ട്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങൾ ഏത് സെൻറ്ററിൽ ചേരുന്നു എന്നുള്ളത് നല്ല കാര്യം. അവർ ഒരേ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ഓരോ സെൻറ്റേഴ്സിലും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് ടെൻഷനേ വേണ്ട ഇവിടെ പഠിക്കുന്നു എന്നുള്ളത്. ബ്രില്യൻറ്റിലാണോ വി മസ്റ്റ് ബി ഷ്യൂർ അബൌട്ട് എഡ്യൂക്കേഷൻ, ബിക്കോസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വാർഡനായാലും, എൻ്റെ വാർഡനായിരുന്നു ടീനു മിസ്സ്, പ്രിയ മിസ്സ്, ഡിജി മിസ്സ്, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇപ്പം എല്ലായിടത്തുള്ളവരും മീൻസ് അവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇപ്പം ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബ്രില്യൻറ്റ് തന്നെ ചൂസ് ചെയ്യുക. അത് ഏത് സെൻറ്റർ എന്നൊന്നും നോക്കണം. ബ്രില്യൻ്റ് ആണോ യു ക്യാൻ ഈസിലി ചൂസ് ദാറ്റ്. ഇത്രയാണ്.